മഹത്വം. It's good to be in the house of the Lord tonight. ദൈവഭവനത്തിൽ ഇന്ന് രാത്രിയായിരിക്കുന്നത് നല്ല അനുഭവമാണ്. We serve a mighty God നാം ഒരു ശക്തനായ ദൈവത്തെയാണ് സേവിക്കുന്നത്. who is worthy to be praised. ഇന്ന് രാത്രി സ്തുതിക്ക് യോഗ്യനായി അവൻ നമ്മുടെ നടുവിലുണ്ട്. The Bible is right when it says from the rising of the sun to the going down of the same. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും അവന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് വചനം നമ്മോട് The പറയുന്നു. name of the Lord is worthy to be praised. ഇന്ന് രാത്രി സ്തുതിക്കപ്പെടുവാൻ ദൈവത്തിന്റെ നാമം യോഗ്യമാണ്. Praise the Lord. Praise the Lord. Amen. I honor our chairman tonight, Pastor Joseph. അധ്യക്ഷനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ്. Amen. To our visiting pastor, Pastor Cherian tonight. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചെറിയാൻ. To all of the members of the committee. കമ്മിറ്റി അംഗങ്ങളായ മറ്റു കർത്തൃദാസന്മാർ. Amen. To my friend and colleague, Amen, Pastor Colbert. എൻ്റെ സുഹൃത്തും കൂട്ടുപ്രവർത്തകനുമായ പാസ്റ്റർ കബാരിയസ്. To all of the people of God, we greet you tonight in the name of the Lord Jesus. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ജനത്തെയും കർത്താവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം ചൊല്ലുന്നു. It's always a blessing to have the opportunity to minister among the Malayali. മലയാളി സമൂഹത്തിന്റെ നടുവിൽ ശുശ്രൂഷിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്. Some of you I've seen in different places, but I see you here now. പല സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇന്ന് രാത്രി ഇവിടെ വീണ്ടും കാണുവാൻ കഴിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. Going all the way to 1998 there in Kumbanard. 1998 ഞാൻ കുമ്പനാട് കൺവെൻഷനിൽ കടന്നു എന്ന് സംബന്ധിച്ചു. I see how God has moved us and changed our different places of ministry. ശുശ്രൂഷയിലും മറ്റ് അനുഭവങ്ങളിലും നമ്മുടെ ദേശത്തെ രാജ്യത്തെയൊക്കെ ദൈവം രൂപാന്തരപ്പെടുത്തിയ അനുഭവങ്ങളെ കാണുവാനായി കഴിഞ്ഞു. But he is the same God tonight. ആ ദൈവം ഈ രാത്രിയും മാറ്റമില്ലാത്ത ദൈവമാണ്. And I'm grateful to God, amen, that you are serving him. അങ്ങനെയുള്ള ഒരു ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ പദവിയാണ്. And I honor all of you tonight. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. We want to go to the Word of God tonight, the book of Acts chapter 3. ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിന്റെ വെളിച്ചത്തിൽ നാം വചനത്തിലേക്ക് കടന്നു വരികയാണ്. A very familiar portion of scripture. വളരെ പ്രാധാന്യതയുള്ള ആത്മീയാർത്ഥങ്ങളുള്ള ഒരു വേദഭാഗം. I believe the Lord wants to speak to us tonight. ഇന്ന് രാത്രി ആ വേദഭാഗത്തിൽ നിന്ന് നമ്മോട് സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. There was a man who experienced the spirit of failure tonight. ഇന്ന് രാത്രി പരാജയത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായി. This man in our text experienced that failure. എന്നാൽ നാം കേൾക്കുവാൻ പോകുന്ന മനുഷ്യൻ പരാജയത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നില്ല. But before we do, I think tonight we need to express our appreciation for our brother who's been interpreting all of the messages. ഇന്ന് രാത്രി പരിഭാഷപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസനോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. Along with brother Thomas, amen. അതുപോലെ പരിഭാഷപ്പെടുത്തുന്ന കർത്താവിന്റെ ദാസൻ തോമസ് അവറുകൾ. Let's give the Lord a hand clap of appreciation. കർത്താവിന് ഒരു മഹത്വം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. Praise the Lord. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനം ഒക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞു. അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. Praise the Lord. Amen. I want to speak to you tonight on the subject stuck at the gate. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗോപുരത്തിങ്കൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവം എന്നുള്ളതാണ്. Amen. Amen. There are very few feelings that are as frustrating and draining. സുഖകരമല്ലാത്ത അല്ലെങ്കിൽ നാം ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ
പ്രയാസകരമായ മറ്റൊരു കാര്യമില്ല than the feeling of being stuck in an unpleasant situation. നാം ആഗ്രഹിക്കാത്ത നമുക്ക് താല്പര്യം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നാം അകപ്പെടുക എന്നുള്ളത് നമുക്ക് വിഷമകരമായ കാര്യമാണ്. That is to have the awful feeling of knowing that you are supposed to be on your way somewhere. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ലക്ഷ്യത്തോടെ ദർശനത്തോടെ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ അതിന് കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ. To have goals in mind. ജീവിതത്തിൽ മനസ്സിൽ ലക്ഷ്യങ്ങൾ പലതുമുണ്ട്, പക്ഷേ മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. And to perhaps possess a vision of the way things are supposed to be. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുവാൻ കഴിയുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ. Yet to find oneself surrounded by circumstances that hold you down. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ കഴിയാതെ നമ്മെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യത്തിന്റെ ശക്തമായ സമ്മർദ്ദങ്ങൾ. Circumstances that impede one's progress. നമ്മുടെ പുരോഗതിയെ തടയുന്ന സാഹചര്യങ്ങൾ. And to simply serve to keep you and I from going forward. നാം മുന്നോട്ട് നമ്മുടെ ചുവടുകളെ വെക്കുന്നതിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കുന്ന സമ്മർദ്ദങ്ങൾ. Like an automobile that refuses to start. മഞ്ഞിനകത്ത് താണുപോയ ഒരു വാഹനത്തെ പോലെ. One finds himself constantly trying to start the vehicle. ഒരു വാഹനം അത് സ്റ്റാർട്ട് ചെയ്യുവാന് അത് മുന്നോട്ട് ഓടിക്കുവാനായിട്ട് ആവർത്തിച്ച് പരിശ്രമിക്കുന്നു. So that we can start up and move forward. ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി. Yet there seems to be no movement. എന്നാൽ അതിന് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല. There seems to be no progress. അതിന് പുരോഗതി പ്രാപിക്കുവാൻ കഴിയുന്നില്ല. There seems to be no surge of accomplishment. അതിന് ഒരു പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല. Just being left with the awful feeling of being stuck. ആ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലും അനുഭവത്തിലുമായിരിക്കുന്നു. To be stuck in a position of failure. പരാജയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവം. And success seems to be so far away. ജയം വളരെ വിദൂരത്തിലായിരിക്കുന്ന അവസ്ഥ. To be stuck, amen, in the pressure cooker or peer pressure. ഒരു പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം പോലെ ജീവിതത്തിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് കിടക്കുന്ന അനുഭവം. As one tries to fit in and be accepted, to be accepted. സാഹചര്യത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അനുഭവങ്ങൾ. To be stuck in a relationship. ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ. That one knows is unequally yoked and is hindering their spiritual ഒരിക്കലും growth. യോജിക്കാത്ത നുകത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ. To be stuck in a moment of trauma. ജീവിതത്തിൽ വളരെ നിരാശാജനകമായ അവസ്ഥയിൽ അകപ്പെട്ടിരിക്കുന്ന അനുഭവം. That left you socially and emotionally paralyzed. സാമൂഹ്യപരമായും വികാരപരമായും നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. Or to be stuck in a ministry. ശുശ്രൂഷയുടെ അനുഭവത്തിൽ മുന്നേറുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ. That leaves one feeling more stressed than blessed. പലപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്നതിനേക്കാൾ അധികമായി കുടുങ്ങിക്കിടക്കുന്ന തകർന്നിരിക്കുന്ന അവസ്ഥകൾ. Or to be stuck at that place in one's relationship with God. പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോലും മുന്നേറുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ. And it appears that the relationship has become lifeless and joyless. അങ്ങനെയുള്ള അവസ്ഥകൾ നിമിത്തം ജീവിതത്തിൽ ബന്ധങ്ങൾ പലപ്പോഴും സന്തോഷമില്ലാത്തതായി സമാധാനമില്ലാത്തതായി തീരുകയാണ്. Indeed, it's an awful thing. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ വന്ന് To സംഭവിക്കുന്നു. find oneself in such a place that one feels that they are stuck at the gate. ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഗോപുരത്തിങ്കൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. Now, one of the tragic things about such a dilemma. One of the tragic things about such a dilemma. Such a situation. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ അവസ്ഥകൾ എന്തെന്ന് ചോദിച്ചാൽ is that many times the answer to our situation is right within our grasp. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ജയത്തിന്റെ അവസ്ഥകൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിലാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We are just like a man who starves to death in a supermarket. നാം പലപ്പോഴും ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ സകല സാധനങ്ങളും ലഭ്യമായിരിക്കുമ്പോൾ അതിനകത്ത് പട്ടിണിയിരിക്കുന്ന മനുഷ്യനെ പോലെയാണ്. Or like somebody who dies of a curable disease while sitting in the hospital waiting room. ഒരു ആശുപത്രിയിൽ ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു രോഗവുമായി അനേക നാളുകളായി
കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. Or like somebody who dies of thirst while sitting on a water well. ഒരു കിണറിന്റെ കരയിൽ ഇരുന്നു കൊണ്ട് ദാഹിച്ചു മരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. Because many times the answer to our problem is right there in front of us. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി പലപ്പോഴും നമ്മുടെ കൈയെത്തുന്ന ദൂരത്തിലാണ്. Yet there seems to be something that holds us back. എന്നാൽ പലപ്പോഴും അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നമ്മെ പുറകോട്ട് വലിക്കുന്ന അനുഭവങ്ങളുണ്ട്. Something that ruins our plans. പലപ്പോഴും നമ്മുടെ പദ്ധതികൾ പ്രാപ്യമാകുവാൻ കഴിയാത്ത അവസ്ഥകൾ. Something that stunts our growth. നമ്മുടെ അനുഭവങ്ങളെ മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ. And we find ourselves trying over and over again and wrestling with that same problem. നാം ആവർത്തിച്ച് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. Yet when all of our wrestling is over, we still find ourselves stuck at the gate. എന്നാൽ നമ്മുടെ സകല പോരാട്ടങ്ങളുടെയും നടുവിലും നമുക്ക് മുന്നേറുവാൻ കഴിയാതെ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. Now if the truth were to be known tonight, ഇന്ന് രാത്രി നാം ഒരു സത്യം ഗ്രഹിക്കണം. we would all have to confess നാം എല്ലാവരും ഇന്ന് രാത്രി ഒരു കാര്യം ഏറ്റുപറയണം. that although there are certain areas of our life that we seem to have together, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രാപിച്ചെടുത്തിരിക്കുന്ന അനുഭവങ്ങൾ പലതുമുണ്ടെങ്കിലും there's always that one thing that we find ourselves getting stuck at every now and then. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ നാം കുടുങ്ങിക്കിടക്കുന്നതായ പല അനുഭവങ്ങളുമുണ്ട്. In other words, we all have a gate. മറ്റൊരു ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം കുടുങ്ങിക്കിടക്കുന്ന ചില ഗോപുരത്തിന്റെ അനുഭവങ്ങളുണ്ട്. Turn to the person next to you and tell him we all have a gate. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആളിനോട് തിരിഞ്ഞ് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, നിനക്കും ഒരു ഗോപുരത്തിന്റെ അനുഭവമുണ്ട്. That's right, we all have a gate. നമുക്കെല്ലാവർക്കും ഒരു ഗോപുരത്തിന്റെ I don't അനുഭവമുണ്ട്. care how anointed you are, you have a gate. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അങ്ങനെയുള്ള ഗോപുരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ട്. I don't care how long you've been in the church, we all have a gate. നിങ്ങൾ എത്ര നാളായി ചർച്ചിലുള്ളയാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഗോപുരത്തിന്റെ ഒരു അനുഭവമുണ്ട്. And I believe that we need to always keep that in mind. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ആ ചിന്താഗതി നമ്മുടെ മനസ്സിനകത്തെല്ലാം ഇപ്പോഴും നാം സൂക്ഷിക്കണം. Because when we have a grip on certain areas of our life, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്. we have a tendency to point our finger at somebody else who might be struggling with a different area of their life. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കുഴഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുവാൻ നാം തയ്യാറാകാറുണ്ട്. But we all need to remember that each of us have a gate in our own എന്നാൽ ഇന്ന് lives. രാത്രി നമ്മൾ എല്ലാവരും ഗ്രഹിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഗോപുരത്തിന്റെ അനുഭവങ്ങളുണ്ട്. So before we begin to criticize somebody else, we need to pray for our own gates. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്, മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പായി നമ്മുടെ ജീവിതത്തിന്റെ കുടുങ്ങിക്കിടക്കുന്ന ഗോപുരങ്ങളെ കുറിച്ച് നാം അറിവുള്ളവരായി തീരണം. Somebody say amen. ഇന്ന് രാത്രി ആമേൻ പറയുവാൻ എത്ര പേരുണ്ട്? And it's frustrating നമ്മെ വളരെ ദുഃഖിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം, when we see other people passing through their gates, ഇങ്ങനെയുള്ള ഗോപുരത്തിന്റെ അനുഭവത്തിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ, getting their healings, അവരുടെ സൗഖ്യം അവർ പ്രാപിച്ചെടുക്കുമ്പോൾ, getting their miracles, അവരുടെ അത്ഭുതങ്ങൾ അവർ പ്രാപിക്കുമ്പോൾ, yet we find ourselves still stuck in the same old place. മറ്റുള്ളവർ പലതും പ്രാപിച്ചു മുന്നേറുമ്പോൾ നമ്മിൽ പലരും ഗോപുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരായി ഇന്ന് രാത്രിയുമായിരിക്കുകയാണ്. And if ever a man could relate to that type of frustration, അങ്ങനെയുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇന്ന് രാത്രി I ഇവിടെയുണ്ട്. can imagine this lame man in our text must have been able to. നാം വായിച്ച വേദഭാഗത്ത് നാം കാണുന്ന മുടന്തനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ഞാൻ ഊഹിക്കുകയാണ്. For as we come to our text in Acts chapter 3, ഇന്ന് രാത്രി നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ വേദഭാഗം, we find the spirit-filled team of Peter and John entering into the temple at the hour of ഇവിടെ prayer. നമ്മൾ കാണുന്നത് നിറവോടുകൂടെ പത്രോസും യോഹന്നാനും ഐകമത്യപ്പെട്ട ദൈവത്തിന്റെ ആലയത്തിലേക്ക് നടക്കുകയാണ്. But on this particular day, എന്നാൽ ഈ പ്രത്യേക ദിവസത്തിൽ their trip to prayer meeting is about to be interrupted.
ഇവിടെ ദൈവ ആ പ്രാർത്ഥന യോഗം ഇവിടെ ഇടയ്ക്ക് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. For the Bible says that their attention is focused upon a man in a frustrating position. പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്ന ഈ ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയിൽ നിന്നുള്ള ശ്രദ്ധ പ്രത്യേകമായിട്ട് ഗോപുരത്തിങ്കൽ കിടക്കുന്ന മുടന്തനായ മനുഷ്യനിലേക്ക് തിരിയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. Now the Bible doesn't tell us who his name is. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മളോട് ഒരു കാര്യം ആവർത്തിച്ചു But പറയുന്നു. I believe this situation speaks to many of us who are in the same place today. ഇന്ന് രാത്രി നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആ മുടന്തനായ മനുഷ്യനായിരുന്ന ജീവിതത്തിന്റെ അതേ സാഹചര്യത്തിൽ നമ്മിൽ പലരും ഇന്ന് രാത്രി ആയിരിക്കുന്നു. That is, he was stuck at the gate. അവൻ ആ ഗോപുരത്തിങ്കൽ കുടുങ്ങി കിടക്കുകയാണ്. We want to take a look at this man's situation ഇന്ന് രാത്രി tonight. ആ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഒരു തിരനോട്ടം നടത്തുകയാണ്. We want to talk about his problem. അവന്റെ പ്രശ്നത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുവാൻ We പോകുകയാണ്. want to talk about his position. അവന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് ഞാൻ സംസാരിപ്പാൻ പോകുകയാണ്. We want to talk about his progression. അവന്റെ ജീവിതത്തിന്റെ പുരോഗതിയെ കുറിച്ച് ഞാൻ പറയുവാൻ പോകുകയാണ്. And then we'll talk about his praise. അവന്റെ സ്തുതിയുടെ അനുഭവത്തെ കുറിച്ച് ഞാൻ പറയുവാൻ പോകുകയാണ്. First of all, his problem. ഒന്നാമത് തന്റെ You see, there's something that all of us need to understand നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം about some of the problems that we are dealing with today. നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ചാണ്. And that is that there are some problems that we are dealing with today ഇന്ന് നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. that actually had their beginnings long before we came on the scene. ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയത് നാം സീനിലേക്ക് കടന്നു വരുന്നതിന് വളരെ മുമ്പാണ്. You see, there's something that theologians call generational strongholds or generational curses. തലമുറയായിട്ട് കൈമാറ്റപ്പെടുന്ന ചില അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ, ശാപഗ്രസ്തമായ ചില അനുഭവങ്ങൾ. And what they are അവ എന്തെന്ന് ചോദിച്ചാൽ is they are demonic fortresses സാത്താന്യ ശക്തികൾ or buildups ഒരുപക്ഷെ ശക്തമായ നമുക്കെതിരെയുള്ള ശത്രുവിന്റെ പണികൾ that are contributed to by human participation. അങ്ങനെയുള്ള അനുഭവങ്ങൾ മാനുഷിക കരങ്ങളുടെ സഹായത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിരിക്കുന്ന അവസ്ഥകൾ. You say, how do I recognize such a stronghold? അങ്ങനെ നമുക്കെതിരായിട്ട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥകളെ നാം എങ്ങനെ മനസ്സിലാക്കും? Well, let me suggest that you take a moment and study your family history. ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഒരു നിമിഷം എടുത്ത് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. Because what you'll find out many times നിങ്ങൾ പലപ്പോഴും കണ്ടെത്തുന്ന യാഥാർത്ഥ്യം is that the same issues that you are struggling with today, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും most likely those who went before you had to struggle with those very same issues. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് തന്നെ നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ പലരും അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. You see, when you see certain sins that are constantly repeating themselves ചില പ്രത്യേക പാപ സ്വഭാവങ്ങൾ from one generation to the next, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്നു. your parents and their parents, നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ, your aunts and your uncles and relatives, നിങ്ങളുടെ ഭവനത്തിലുള്ള മറ്റ് ബന്ധുമിത്രാദികളായ ആളുകൾ. you see certain sins that are constantly repeating themselves from one generation to the next. ചില പ്രത്യേക പാപ സ്വഭാവങ്ങൾ പൂർവ്വ പിതാക്കന്മാരെ ഭരിക്കുകയും അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. It may be an indication that the devil has built up a stronghold. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിശാച് തന്റേതായ ശക്തമായ പണികൾ അങ്ങനെയുള്ള ഭവനത്തിനകത്ത് പണിതുയർത്തിയിരിക്കുകയാണ്. And is trying to use the sins and weaknesses of past generations to hinder you in your destiny. മുൻകഴിഞ്ഞു പോയ തലമുറകളിൽ വ്യാപരിച്ചിരുന്ന പാപത്തിന്റേതായ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും പകർത്തിയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ പിശാചിന്റെ പദ്ധതിയാണത്. So see, you need to understand something about yourself. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച് ചിലത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. And that is that you are so important, the devil has been planning your destruction even before you got here. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ദൈവത്തിന് പ്രത്യേകതയുള്ളവരായതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കേണ്ടതിനുള്ള പദ്ധതികൾ പിശാച് മുന്നമേ തയ്യാറാക്കിയിരിക്കുകയാണ്. Hallelujah. Amen. Turn to somebody and tell them the devil's trying to set you up. നിങ്ങളെ അടുത്തിരിക്കുന്ന ആളിനോട് പറയുക, ശത്രു നിന്നെ തകർത്ത് കളയുവാൻ മുന്നമേ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്ന്. That's right. Amen. So what the devil does is he watches us.
പിശാച് എന്ത് ചെയ്യുന്നുവെന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയായി He തീരണം. studies us. നാം അതിനെ മനസ്സിലാക്കണം. He waits for an opportunity that he might get his hands upon us. എന്റെയും നിങ്ങളുടെയും മേൽ കരം വെക്കുവാൻ ഒരു അവസരത്തിന് വേണ്ടി പിശാച് കാത്തിരിക്കുകയാണ്. Because he desires to have you that he may sift you as wheat. എന്നെയും നിന്നെയും ബലഹീനപ്പെടുത്തുവാൻ, എന്നെയും നിന്നെയും നശിപ്പിക്കുവാൻ പിശാച് So കാത്തിരിക്കുകയാണ്. he looks for areas of weakness in our lives. എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ബലഹീന വശങ്ങളെ പിശാച് സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That he may get a foothold in our lives. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചുവടെടുത്ത് വെക്കുവാൻ, And then build up a stronghold to try to make it impossible for us to serve the Lord. നാം ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുവാൻ തക്കതായ വൻമതിലുകളെ ജീവിതത്തിൽ പണിതുയർത്തുവാൻ പിശാച് നമ്മിലേക്ക് ചുവട് വെക്കുവാൻ ബലഹീന വശങ്ങളെ ഇന്ന് രാത്രി But നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I've come by to tell that devil tonight ഇന്ന് രാത്രി പിശാചിനോട് നാം ഒരു കാര്യം വിളിച്ചു പറയണം. that it does not make any difference how long he has been watching. എത്ര നാളുകൊണ്ട് നീ സൂക്ഷ്മമായി എന്നെ നോക്കിക്കൊണ്ടിരുന്നാലും, It doesn't make any difference how long he has been studying. എത്ര നാളായി പിശാച് പരിശ്രമിച്ചു കൊണ്ടിരുന്നാലും, Even if he pulled down our parents over the same issue. ഇന്ന് ജീവിതത്തിന്റെ അതേ അനുഭവത്തിൽ പിശാച് ഒരു അവകാശവാദം നടത്തി, Even if he defeated other family members through the same issue. തലമുറയായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവത്തോടുള്ള ബന്ധത്തിൽ പിശാച് The പ്രവർത്തിച്ചു. Bible says in 2 Corinthians 10:4 ദൈവത്തിന്റെ വചനത്തിൽ 2 കൊരിന്ത്യർ 10:4 നാം ഇങ്ങനെ വായിക്കുന്നു, that the weapons of our warfare are not carnal. നമ്മുടെ Hallelujah. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, But they're mighty through God. എന്നാൽ കോട്ടകളെ ഇടിപ്പോൾ The pulling down of strongholds. Hallelujah. ദൈവസന്നദ്ധയെ ശക്തിയുള്ളവ തന്നെ. We've got the power to pull every stronghold down. ശത്രുവിന്റെ ശക്തമായ കോട്ടകളെ തകർക്കുവാൻ, പിടിച്ചടക്കുവാൻ നമുക്ക് ഇന്ന് രാത്രി അധികാരവും ശക്തിയുമുണ്ട്. We don't have to be defeated. Hallelujah. ഇന്ന് രാത്രി നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. We got the power to pull it down in the name ഇന്ന് of രാത്രി Jesus. ഉയരത്തിൽ നിന്നുള്ള ശക്തി യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. Somebody give God a praise in this ഇന്ന് house രാത്രി right ഞാൻ now. ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. Glory to God. Right? As a matter of fact, as a symbol of your faith, ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസത്തിന്റെ അനുഭവമായി ഞാൻ പറയട്ടെ. just reach up right now and begin to pull it down. Just do that right ഇന്ന് രാത്രി now. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് Hallelujah. ശത്രുവിന്റെ കോട്ടകളെ പിടിച്ചടക്കുവാൻ നമുക്ക് കഴിയട്ടെ. Hallelujah. 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 Amen. Let the devil know it's coming down. ഇന്ന് രാത്രി Hallelujah. പിശാച് അറിയട്ടെ അവൻ തകർക്കപ്പെടുകയാണെന്ന്. Let the devil know you refuse to be defeated. ഇന്ന് രാത്രി അവൻ തോൽപ്പിക്കപ്പെടുകയാണെന്ന് പിശാച് അറിയട്ടെ. Let the devil know you got the victory in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയമുണ്ടെന്ന് ഇന്ന് രാത്രി പിശാച് അറിയട്ടെ. Hallelujah. 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 Oh, hallelujah. We don't have to be bound by the sins of past generations. കഴിഞ്ഞ തലമുറയുടെ പാപങ്ങളെക്കുറിച്ച് നാം വിചാരപ്പെടേണ്ട കാര്യമില്ല. Just because one generation worship idols doesn't mean that we've got to worship കഴിഞ്ഞ idols. തലമുറ വിഗ്രഹാരാധന നടത്തി എന്നതുകൊണ്ട് നാം വിഗ്രഹാരാധന നടത്തണമെന്നില്ല. Just because one generation was bound by false religion doesn't mean that this generation has to be bound. ദോഷകരമായ മതത്തിന്റെ അവസ്ഥകളിൽ കഴിഞ്ഞ തലമുറയായിരുന്നു എന്നതുകൊണ്ട് നാം അതിനെ പിന്തുടരണമെന്നില്ല. Just because one generation lived under a curse of poverty doesn't mean that we've got to live under a ദാരിദ്ര്യമെന്ന curse of poverty. ശാപത്തിന്റെ അധീനതയിൽ കഴിഞ്ഞ തലമുറ കഴിഞ്ഞു പോയെങ്കിൽ നാം അതിൽ ഒരിക്കലും തുടരേണ്ട ആവശ്യമില്ല. Jesus said, I gave you the keys of the kingdom. ഇന്ന് Hallelujah. രാത്രി നാം മനസ്സിലാക്കണം, യേശു പറഞ്ഞു രാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളെ He ഫലമേൽപ്പിക്കുന്നു. said, and whatever you bind on earth shall be bound in heaven. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് യേശു And പറഞ്ഞു. whatever you loose on earth shall be loosed in ഭൂമിയിൽ heaven. നിങ്ങൾ അടിക്കുന്നതൊക്കെ സ്വർഗ്ഗത്തിലും അടിഞ്ഞിരിക്കും. We got the power in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നമുക്ക് To അധികാരം. let the devil know enough is enough. Hallelujah. ഇന്ന് രാത്രി ശത്രു അറിയട്ടെ നാം അധികാരമുള്ളവരാണെന്ന്. One more time, reach up right where you are. Begin നിങ്ങളുടെ to കരങ്ങൾ pull it ഉയർത്തി down. ശത്രുവിന്റെ കോട്ടകളെ ഇന്ന് രാത്രി പിടിച്ചടക്കുക. Hallelujah. 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 Amen. Jesus. Just lift your hands in here and give God some praise. I feel കരങ്ങളെ his ദൈവസന്നിധിയിൽ anointing ഉയർത്തി right now. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Glory to God. So look at this lame man in our text. ഈ നാം വായിച്ച വേദഭാഗത്തിലെ മുടന്തനായ മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കുക. Because if you look closer, you'll recognize that his problem began before he was born. നിങ്ങൾ സൂക്ഷ്മമായിട്ട് ആ മനുഷ്യനെ നോക്കാമെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം, അവൻ ജനിക്കുന്നതിന് മുമ്പേ അവന്റെ പ്രശ്നം തുടങ്ങി. Look at verse number 2. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രി നോക്കുക. It says, and a certain man
lame from his mother's womb. ഇവിടെ നാം കാണുന്ന മുടന്തനായ മനുഷ്യൻ അവൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നു. So even before he was born, അവൻ ജനിക്കുന്നതിന് മുമ്പേ അവൻ മുടന്തനായിരുന്നു. അവന്റെ പ്രശ്നം the തുടങ്ങി. devil was fighting against him. പിശാച് അവൻ ജനിക്കുന്നതിന് മുമ്പേ അവനെതിരായി And പ്രവർത്തിച്ചു. that's what the devil does. അതാണ് പിശാച് പലപ്പോഴും He ചെയ്യുന്നത്. tried to fight you even from the womb. നാം ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്കെതിരെ പിശാച് പ്രവർത്തി He തുടങ്ങി. wanted to steal the little boy and the little girl out of you. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മുടെ ജനനത്തിന് മുമ്പേ പിശാച് നമ്മെ ഒതുക്കുവാൻ ശ്രമിക്കും. He wanted to steal the prince and the princess out of you. നമ്മെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മളിലുള്ള രാജകുമാരന്മാരെ രാജകുമാരിമാരെ നശിപ്പിച്ചു കളയുവാൻ ശത്രു നാം ജനിക്കുന്നതിന് മുമ്പേ പരിശ്രമിച്ചു തുടങ്ങും. You see, the enemy works overtime, വളരെ അധിക സമയം പിശാച് നമുക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. trying to create a situation for us that's similar to that which took place in the life of this lame man. ഈ നാം കാണുന്ന മുടന്തനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലും അവസ്ഥയിലും നമ്മെ ആക്കിക്കളയുവാനാണ് പിശാചിന്റെ പദ്ധതികളുള്ളത്. You see what had happened to him അവൻ എന്താണ് സംഭവിച്ചത് നോക്കുക. is what the devil tries to get to happen to us. നമുക്ക് ഓരോരുത്തർക്കും അത് തന്നെ സംഭവിക്കണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. Something had gone wrong in the womb. അവന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ദോഷകരമായത് ചിലത് അവന് സംഭവിച്ചു. Somebody had carried him wrong. നമുക്കിങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആരോ ഒരാള് തെറ്റായ അനുഭവത്തിലും അവസ്ഥയിലും ഇവനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. That's what the devil tries to do. പിശാച് പലപ്പോഴും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതാണ്. He tries to create a situation to have somebody carry you wrong. നമ്മെ ഓരോരുത്തരെയും ആരെങ്കിലും ഒരാള് തെറ്റായ നിലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട സാഹചര്യം പിശാച് പലപ്പോഴും ഉണ്ടാക്കും. He wants to have somebody violate you so you can grow up feeling dirty the rest of your life. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വൃത്തികരമായ ഭാവിയുടെ അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതിന് ചിലര് നിങ്ങളെ ഒരുപക്ഷെ വഹിച്ചുകൊണ്ട് നടക്കും. He tried to have you expose the things that you were too young to be exposed to. നിങ്ങളുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ പ്രായവും പക്വതയും ആകുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളിലും ഇടപെടുവാൻ ശത്രു വഴികളൊരുക്കും. He tried to get you to give your body away at the improper times you can grow up feeling guilty the rest of your days. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും കുറ്റബോധത്തോടെ കഴിയത്തക്ക നിലയിലുള്ള അവസ്ഥകളിലേക്ക് അനുഭവങ്ങളിലേക്ക് നമ്മെ വഹിച്ചുകൊണ്ട് പോകും. He tried to make your father distant so you'll be confused about your earthly father, therefore being confused about your heavenly father. നിങ്ങളുടെ പിതാവിനെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയതിനു ശേഷം നിങ്ങളുടെ പിതാവിനോടുള്ള സംശയം നിമിത്തമായിട്ട് സ്വർഗീയ പിതാവിനോട് പോലും അകന്നു പോകത്തക്ക സാഹചര്യം പലപ്പോഴും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. He tried to introduce you to drugs and alcohol in order that he may mess up your life. മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും ദോഷകരമായ മറ്റ് അനുഭവങ്ങളിലേക്കും നിങ്ങളെ നടത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതികളെ അവൻ തിരിച്ചു കളയും. And he tried to get somebody to carry you wrong. നിങ്ങളുടെ അങ്ങനെയുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിങ്ങളെ തെറ്റായി വഹിച്ചു കൊണ്ടുപോകുവാൻ ജീവിതങ്ങളെ പിശാച് ഒരുക്കും. So as a result of being carried wrong, ആ നിലയിൽ നാം വഹിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് this man was born with problem ankles. ഈ മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ അവൻ മുടന്തനായിട്ടാണ് ജനിച്ചത്. His foundation, the thing he needed to stand on, was all ruined. അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയത്തക്ക നിലയിൽ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ അവൻ മുടന്തനായിട്ടാണ് ജനിച്ചത്. And how many of you know that regardless of how pretty the building is, ഇന്ന് രാത്രി ഒരു ബിൽഡിംഗിന്റെ അടിസ്ഥാനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് അറിയുന്ന എത്ര പേരുണ്ട്? if the foundation is not right, അടിസ്ഥാനം ശരിയല്ല എങ്കിൽ it'll ruin everything. ഒരിക്കലും അതിന് സ്ഥിരമായി നിൽക്കുവാൻ കഴിയുകയില്ല. That was this lame man's problem. ഈ മനുഷ്യന്റേതായ പ്രശ്നവും അത് His തന്നെയായിരുന്നു. foundation was not laid right. അവന്റെ അടിസ്ഥാനം ശരിയായ നിലയിൽ So ഇടപെട്ടിരുന്നില്ല. therefore it literally immobilized him. അവന്റെ ജീവിതത്തിൽ അതുകൊണ്ട് അവൻ ചലനമറ്റവനായി തീർന്നു. So we've talked about his problem. അവന്റെ പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് രാത്രി നാം കാണുന്നു. But how many of you know that if your problem is not properly dealt with, ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലതിനെയും കൈകാര്യം ചെയ്യേണ്ടതുപോലെ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന്? it will always affect your position. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെയും അവസ്ഥകളെയും സാരമായി ബാധിക്കുവാനിടയായി തീരും. So let's look at his position. ഇന്ന് രാത്രി അവന്റെ സാഹചര്യത്തെ നാം നോക്കുക. And a certain man, again verse 2,
രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, lame from his mother's womb, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ was carried, who they laid daily at the gate called Beautiful. ഒരു മനുഷ്യനെ ചില ആളുകൾ ചുമന്നുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിപ്പാൻ ഇരുത്തുമാറുണ്ട്. Now the gate called Beautiful, ആ ഗോപുരത്തിന്റെ പേരെന്ന് പറയുന്നത് സുന്ദരം. this was the gate that led into the temple, the house of God, for worship. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ആരാധനയ്ക്കായി ജനം കടന്നുപോകുന്ന ഒരു വാതിലായിരുന്നു, ഗോപുരമായിരുന്നു അത്. We know that during this time there were three main sections. ആ ദൈവത്തിന്റെ ആലയത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. There was the outer court where anyone could go, Jew or ആർക്കും കടന്നു Gentile. പോകാവുന്ന പ്രാകാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. Then there was the inner court, അവിടെ അകത്തെ പ്രാകാരമുണ്ട്. and during this time only the Jewish men would be allowed to enter into the inner court. യഹൂദന്മാരായ ആണുങ്ങൾക്ക് മാത്രമേ അകത്തെ പ്രാകാരത്തിലേക്ക് കടക്കുവാൻ അനുവാദമുള്ളൂ. And then of course there was the Holy of Holies, അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, where they believe was the divine presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന അതിപരിശുദ്ധ And സ്ഥലം. there was a veil that separated the Holy of Holies from common men. അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് നമുക്ക് തിരശ്ശീല കാണുവാൻ കഴിയുന്നു. And only the priest could enter in and offer sacrifice on behalf of the people. പുരോഹിതന്മാർക്ക് മാത്രമേ വിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തമായി യാഗം കഴിക്കുവാൻ But how many of കഴിയുമായിരുന്നു. you know that at Calvary the veil of the temple was rent in twain from top to bottom? ഇന്ന് രാത്രി Hallelujah. എത്ര ദൈവമക്കൾക്ക് അറിയുവാൻ കഴിയുന്നു, കാൽവറിയിൽ കർത്താവ് മരിച്ചപ്പോൾ ആ ദൈവത്തിന്റെ ആലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെയോളം ദൈവം രണ്ടായി ചിന്തിക്കളഞ്ഞു എന്ന്. And now we can go into the very presence of God through the name of Jesus. ഇന്ന് രാത്രി Hallelujah. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൃപാസനത്തിങ്കിലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് നിങ്ങൾക്കും അധികാരവും അവകാശവുമുണ്ട്. If you're glad about it, give God some praise in ഇന്ന് this രാത്രി house. അതിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ. So every day they would pick up this lame man എല്ലാ ദിവസവും ഈ മുടന്തനായ മനുഷ്യനെ ആളുകൾ എടുത്തുകൊണ്ട് പോകുകയാണ്. and they would carry him to the beautiful gate. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിലേക്ക് അവനെ എടുത്തുകൊണ്ട് പോകുന്നു. Now the gate got its name because of its beauty. ആ ഗോപുരത്തിന്റെ സൗന്ദര്യ നിമിത്തമല്ല അതിന് ആ പേര് ലഭിച്ചത്. They tell me that the gate was made of Corinthian brass and lined with gold. അത് സ്വർണം പൊതിയപ്പെട്ട ഇരുമ്പ് കൊണ്ടും അതുപോലെ മറ്റ് ലോഹങ്ങൾ കൊണ്ടുമാണ് പണിതിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. One commentary said the gate was so heavy it took 20 men just to close it. ആ വാതിൽ അടയ്ക്കുന്നതിന് വേണ്ടി 20 ആളുകളുടെ സഹായം ആവശ്യമായിരുന്നു എന്നാണ് ഒരു കമന്റേറ്റർ പറഞ്ഞിട്ടുള്ളത്. So every day they picked him up ഓരോ ദിവസവും ഈ മനുഷ്യനെ അവർ എടുക്കുകയാണ്. and they dropped him off at the beautiful gate. സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിങ്കിൽ അവനെ ഇരുത്തുകയാണ്. And there he sat അവിടെ അവൻ ഇരുന്നു, at the beautiful gate സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ, with his ugly problem. അവന്റെ ജീവിതത്തിന്റെ വളരെ മോശമായ പ്രശ്നവുമായിട്ട്. You know that you can be in a beautiful place and still have ugly problems. നമുക്ക് ഇന്നും മനോഹരമായ സ്ഥലങ്ങളെയും അതുപോലെ വൃത്തികെട്ടതായ പ്രശ്നങ്ങളെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണുവാൻ You can കഴിയും. go to a beautiful church, നമുക്ക് സുന്ദരമായ പല പള്ളികളിലേക്കും പോകുവാൻ കഴിയും. listening to beautiful preaching, നമുക്ക് മനോഹരമായ പ്രസംഗങ്ങളിലേക്ക് പോകുവാൻ കഴിയും. driving a beautiful car, മനോഹരമായ കാറുകൾ ഓടിക്കുവാൻ കഴിയും. living in a beautiful house, മനോഹരമായ ഭവനത്തിൽ കഴിയുവാൻ കഴിയും. and still have ugly problems. അപ്പോൾ തന്നെ വൃത്തികെട്ട പ്രശ്നങ്ങൾ, വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കുവാനും കഴിയും. And there he was, അവിടെയായിരുന്നു ആ മനുഷ്യൻ, sitting at the beautiful gate with his ugly problem. സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ മുൻപിൽ അവന്റെ നാറുന്ന പ്രശ്നവുമായി അവനായിരിക്കുകയാണ്. What I want you to notice tonight ഇന്ന് രാത്രി നാം അറിയേണ്ട ഒരു കാര്യം, is where the enemy strategically placed him. അവനെ അവിടെ പ്രാധാന്യതയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ചെന്ന് ഇരുത്തിയിരിക്കുകയാണ്. He's sitting at the gate, അവൻ ആ ഗോപുരത്തിങ്കിൽ ഇരിക്കുകയാണ്, just outside of the temple, ആ ദൈവത്തിന്റെ ആലയത്തിന്റെ അടുത്ത് വെളിയിലായിട്ട് അവൻ ഇരിക്കുകയാണ്. just outside of the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അല്പം അകലെയായിട്ട് അവൻ ഇരിക്കുകയാണ്. He was so close that he could hear the music every time service അവൻ started. ദൈവത്തിന്റെ ആലയത്തോട് വളരെ അടുത്താണ്. അകത്ത് നടക്കുന്ന ആരാധനയും സംഗീത ഉപകരണങ്ങളുടെ ശബ്ദവും അവന് കേൾക്കുവാൻ കഴിയും. He was so close that he could hear the priest when he got up to deliver the message. അവിടെ ആയിരിക്കുന്ന പുരോഹിതന്മാർ എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന വചനങ്ങൾ അവന് വെളിയിൽ ഇരുന്നു കൊണ്ട് കേൾക്കുവാൻ കഴിയും. He was so close that he could hear, amen, look in and see somebody else getting blessed. അനേക ആളുകൾ അവിടെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് അവന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. So close he might have even
even seen somebody else getting healed. അനേക പ്രിയപ്പെട്ടവർ സൗഖ്യം പ്രാപിക്കുന്നത് പലപ്പോഴും അവന്റെ കണ്ണുകൊണ്ട് അവൻ ആലയത്തിൽ കണ്ടിട്ടുണ്ട്. He was so close, yet he was so far. അവൻ വളരെ അടുത്തായിരുന്നു എങ്കിലും അവൻ വളരെ അകലെയായിരുന്നു. Can I tell the church something tonight? ഇന്ന് രാത്രി സഭയോട് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. We need to realize that as Pentecostal believers, ഇന്ന് രാത്രി പെന്തക്കോസ്ത് വിശ്വാസികൾ ഒരു യാഥാർത്ഥ്യം അറിയണം. that the devil does not mind us just coming here. ദൈവമക്കളെ, നാം ഇവിടെ കടന്നു വരുന്നു എന്നുള്ള ഏക കാര്യം പിശാച് ഒരിക്കലും ഗൗനിക്കുന്ന കാര്യമല്ല. He doesn't mind us coming here and putting on our nice clothes. നാം ശുഭ്രവസ്ത്രധാരികളായിട്ട് ഇവിടെ കടന്നു വരുന്നു എന്നുള്ളത് പിശാചിന് വലിയ വിഷയമുള്ള കാര്യമല്ല. And sitting there being a service evaluator. ഞാനും നിങ്ങളും ഇവിടെ കടന്നു വന്നിരുന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ വിചിന്തനം ചെയ്യുവാൻ, അവലോകനം ചെയ്യുവാൻ ശ്രമിക്കുന്നത് പിശാചിനൊരു വലിയ വിഷയമുള്ള കാര്യമല്ല. He doesn't mind us just coming here. ഇവിടെ നമ്മൾ വരുന്നു എന്നുള്ളത് പിശാച് ഗൗനിക്കുകയില്ല. And sitting there and criticizing the service. അവിടെ ഇരുന്ന് വിമർശിക്കുന്ന ആ കാര്യത്തെ പിശാച് ഒരിക്കലും ഗൗനിക്കുകയില്ല. He doesn't mind us just coming here. നിങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളത് മാത്രം പിശാച് ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. And deciding whether we like the preacher or the choir. പ്രസംഗകനെയും പാടുന്നവരെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ ഇല്ലയോ എന്നുള്ളത് അവനൊരു വിഷയമല്ല. But let me tell you what the devil will try to do. ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. പിശാച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, He will try to keep us so distracted. നമ്മെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ് പിശാചിന്റെ ആത്യന്തികമായ ലക്ഷ്യം. So that we'll not engage in real worship. നാം ആരാധനയിൽ ആത്മാർത്ഥതയോടുകൂടെ പങ്കാളികളാകാതെ ഇരിക്കുവാൻ പിശാച് That's പരിശ്രമിക്കുകയാണ്. going to take us from the outer court to the inner court and into the holy of holies. പുറത്തെ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തിലേക്കും അതിപരിശുദ്ധ സ്ഥലത്തേക്കും നാം കടന്നു ചെല്ലാതെ ഇരിക്കുവാൻ പിശാച് നമുക്ക് തടയിടുകയാണ്. That's why when we come out to the house of God, അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തിൽ നാം കടന്നു വരുമ്പോൾ we need to make up our minds that we have come into this place to worship God. Hallelujah. ദൈവത്തെ ആരാധിക്കുവാനാണ് ഞാൻ കടന്നു വന്നതെന്നുള്ള ഉറച്ച തീരുമാനം നമ്മുടെ അകത്തുണ്ടാകേണ്ടത്. If no one else wants to worship, I've come to worship. Hallelujah. ആര് എന്തിനു വന്നു എന്നുള്ളത് വിഷയമല്ലോ, ഞാൻ ആരാധിക്കുവാൻ കടന്നു വന്നതാണ്. If no one's come to dance before God, I've come to dance before God. മറ്റുള്ളവർ ദൈവത്തെ പരീക്ഷിക്കുവാൻ വന്നിരിക്കും, എന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നതാണ്. If you want to sit there, then that is your business. ഇവിടെ വെറുതെ നാം ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യുവാനില്ല. But don't you get mad at me if I praise my God. Hallelujah. രാത്രി ദൈവത്തോടുള്ള കടപ്പാടുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. You can look at me funny. I've come to praise Him. ഇന്ന് രാത്രി അകത്ത് നിന്ന് നാം ദൈവത്തെ ആരാധിക്കണം. You can criticize me, but I've come to glorify Him. നിങ്ങൾക്ക് വിമർശിക്കോ, എന്നാൽ ഞാൻ ആരാധിക്കുവാൻ കടന്നു Because വന്നതാണ്. I must praise my way into the throne room of God. Hallelujah. ജീവനുള്ള ദൈവത്തെ ഞാൻ ആരാധിച്ചേ മതിയാകെയുള്ളൂ. I've come to worship Him because He's worthy to be praised. ഞാൻ അവനെ ആരാധിക്കുവാൻ വന്നു, അവൻ Oh, സ്തുതിക്കുകയാണ്. somebody give Him praise right now. രാത്രി ജനം ദൈവത്തെ ആരാധിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. I won't go to a church that won't let me praise Him. Do you hear me? ഇന്ന് രാത്രി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. Because the Bible says He inhabits the praises of His people. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തന്റെ ജനത്തിന്റെ സ്തുതികളിൽ മേൽ And we've got വസിക്കുന്നു. too many saints that are stuck at the gate because they've not learned how to worship their way into the throne room of heaven. Hallelujah. അനേക ആളുകളും ഗോപുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിന്റെ ഒരു കാരണമെന്തെന്ന് ചോദിച്ചാൽ But let the ആലയത്തിനകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ഇതുവരെയും But അറിഞ്ഞിട്ടില്ല. let the people praise Him. Hallelujah. ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. He's worthy to be praised. ഇന്ന് രാത്രി അവൻ സ്തുതിക്ക് യോഗ്യനാണ്. Amen. Hallelujah. 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 Because let me tell you what the enemy wants to do. പിശാച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്തെന്ന് ഞാൻ പറയട്ടെ. He wants to stop us from praising God. നാം ദൈവത്തെ സ്തുതിക്കുന്നതിൽ നമ്മെ തടയുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. Because he knows that if he can stop us from praising God, അവനൊരു കാര്യം അറിയാം, ദൈവത്തെ സ്തുതിക്കുന്നതിൽ നമ്മെ തടഞ്ഞു കഴിഞ്ഞാൽ then he can do to us what he did to that lame man. ആ മുടന്തനായ മനുഷ്യനോട് ചെയ്തത് നമ്മോടും ചെയ്യുവാൻ അവന് കഴിയുമെന്ന് പിശാച് മനസ്സിലാക്കിയിട്ടുണ്ട്. And that is, he can reduce us to being beggars. ആ പിശാചിന്റെ പദ്ധതിയിൽ നമ്മെ ഒതുക്കി ആ മുടന്തനെ പോലെ നമ്മെ ആക്കുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. The Bible says he was left at the gate. വേദപുസ്തകം നമ്മോട് പറയുന്നു, ആ മുടന്തനായ മനുഷ്യൻ ഗോപുരത്തിങ്കിൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു To beg. അനേക നാളുകളായി.
And let me tell you one of the problems nowadays. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. We've got too many beggars in the church. ദൈവത്തിന്റെ ആലയത്തിൽ അനേക യാചകരുണ്ടെന്നുള്ളതാണ്. People waiting for handouts. അനേക ആളുകളും സഹായത്തിനായി കരങ്ങളെ നീട്ടുന്നു. Waiting for somebody to give them something. മറ്റുള്ളവർ എന്തെങ്കിലും കൊടുക്കുവാനായിട്ട് കരങ്ങളെ You നീട്ടുന്നു. see, because when we fail to get into the presence of God, നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ പരാജയപ്പെടുന്നതാണ് നാം യാചകരായി തീരുവാനുള്ള and കാരണം. we try to get what we're supposed to get from God from people. ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട കാര്യങ്ങൾ നാം മനുഷ്യരോട് ചോദിച്ചു വാങ്ങുവാൻ പരിശ്രമിക്കുകയാണ്. But let me tell you something. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, There are some things that you can't get from people. നാം ആളുകളോട് ഒന്നും ചോദിച്ചു വാങ്ങുന്നവരായി And the only way to get them is to press your way into the presence of Almighty God. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ അടുത്ത് ചെന്ന് ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. Quit waiting for somebody to help you. Go into the presence of God. മനുഷ്യന്റെ സഹായത്തിന് കാത്തു നിൽക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു Quit ചെല്ലണം. waiting for a handout from somebody. Press your way into the presence of God. മനുഷ്യന്റെ സഹായം ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ഓടിച്ചെല്ലുക. Because there's healing in His presence. കാരണം എന്തെന്ന് ചോദിച്ചാൽ സൗഖ്യം അവന്റെ സന്നിധിയിലുണ്ട്. There's deliverance in His presence. വിടുതൽ അവന്റെ സന്നിധിയിലുണ്ട്. There's anointing in His presence. അഭിഷേകം അവന്റെ സന്നിധിയിലുണ്ട്. There's blessings in His presence. അനുഗ്രഹം അവന്റെ സന്നിധിയിലുണ്ട്. There's deliverance in His presence. വിടുതൽ അവന്റെ സന്നിധിയിലുണ്ട്. I don't need a handout from anybody. എനിക്ക് ഒരു മനുഷ്യന്റെയും സഹായം I can വേണ്ട. go into the presence of God. ഞാൻ ദൈവത്തിന്റെ Hallelujah. സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലും. And get what I need from the Lord. എനിക്ക് ആവശ്യമായ വിടുതൽ ദൈവത്തിൽ നിന്ന് ഞാൻ Thank പ്രാപിക്കും. God for His presence. അവന്റെ Hallelujah. സന്നിധിയിൽ ഇന്ന് രാത്രി വിടുതലുണ്ട്. That's why David said, in the presence of the Lord, there's fullness of joy. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടെന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ നമ്മോട് പറയുന്നു. Hallelujah. Let's praise our way into His presence tonight. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. Hallelujah. ഹല്ലേലൂയ. Hallelujah. So we talked about his problem. ഈ മനുഷ്യന്റെ പ്രശ്നത്തെക്കുറിച്ച് We മനസ്സിലാക്കുമ്പോൾ talked about his position. അവന്റെ സാഹചര്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. Now let's talk about his അവന്റെ progression. ജീവിതത്തിന്റെ പുരോഗതിയെക്കുറിച്ച് നാം The മനസ്സിലാക്കുക. word means to move forward. ആ പുരോഗതി എന്ന വാക്കിന്റെ അർത്ഥം മുന്നോട്ട് ചുവടുകളെ വെക്കുക How many of എന്നാണ്. you know that God doesn't want us staying stuck at the gate? ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഗോപുരത്തിൽ കുടുങ്ങിക്കിടക്കുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന്? ഹല്ലേലൂയ. There comes a time where we have to make a decision ഇന്ന് രാത്രി നാം തീരുമാനമെടുക്കേണ്ട ഒരു സമയത്താണ് കടന്നു that വന്നിരിക്കുന്നത്. regardless of our condition, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മുമ്പിൽ it's time to make a move. നാം ഒരു ചുവട് മുന്നോട്ട് വെക്കേണ്ട സമയം Turn to ഇതാണ്. somebody and tell them it's time to make a move. നിങ്ങളെ അടുത്തിരിക്കുന്ന ആളിനോട് പറയുക, ഞാൻ ചലിക്കേണ്ട ചുവട് വെക്കേണ്ട സമയമാണിത്. Hallelujah. And for this lame man in our text, his day had finally come. മുടന്തനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദിവസം ഒടുവിൽ കടന്നു വന്നു. One day he is on his way through the gate. I was sitting at the gate, pardon. ഒരു ദിവസം അവൻ ആ ഗോപുരത്തെങ്കിൽ ഇരിക്കുമ്പോൾ When he looks up and sees the shadow of two men of God on their way to prayer meeting. രണ്ട് മനുഷ്യർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നു. അവരുടെ നിഴൽ ഈ മനുഷ്യന്റെ മേൽ പതിച്ചു. He turns and gets ready to beg. അവരെ നോക്കി യാചിക്കുവാനായിട്ട് അവൻ തിരിഞ്ഞു. But today, എന്നാൽ ഈ പ്രത്യേക ദിവസം he's about to beg from the wrong person. അവര് ഇന്ന് യാചിക്കുന്നത് തെറ്റായ രണ്ട് മനുഷ്യരോടാണ്. Can I ask you a question tonight? ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? Have any of you ever begged from the wrong person? എനിക്ക് നിങ്ങളോട് ഇന്ന് രാത്രി ചോദിക്കുവാനുള്ള ചോദ്യം, യാചിക്കുവാൻ യോഗ്യതയില്ലാത്ത ആളുകളോട് നിങ്ങൾ ആരെങ്കിലും യാചിച്ചിട്ടുണ്ടോ? You know, the person that told you it's time for you to stop feeling sorry for yourself. അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകണം. It's time for you to stop waiting around for handouts. ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ സന്നിധിയിൽ കൈകളെ നീട്ടേണ്ട രാത്രിയാണ്. And it's time for you to make a decision. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കേണ്ട രാത്രിയാണ്. Well, on this day he was about to beg from the wrong person. ഇതുവരെയും ചെയ്തതിൽ നിന്ന് വിപരീതമായി ഇന്ന് അവൻ യാചിക്കുന്നത് അവൻ യാചിക്കുവാൻ യോഗ്യതയില്ലാത്ത രണ്ട് ആളുകളോട്. The Bible says, and Peter fastening his eyes upon her with John. നാം വചനത്തിൽ വായിക്കുന്നത് പത്രോസ് യോഹന്നാനോട് ചേർന്ന് അവനെ ഉറ്റുനോക്കി. Said, look on us.
അവൻ പറയുകയാണ് ഞങ്ങളെ നോക്കുക. And he gave heed, expecting to receive something from them. അവരിൽ നിന്ന് ചിലത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. But Peter said, hey, today is not payday. ഇവിടെ പത്രോസ് പറയുന്നത് ഇന്ന് കൊടുക്കുന്ന ദിവസമല്ല. And I don't have any money. എനിക്ക് നിനക്ക് തരുവാൻ He പണമൊന്നുമില്ല. said, silver and gold have I none. അവൻ പറയുകയാണ് വെള്ളിയും പൊന്നും എനിക്കില്ല. But such as I have give I thee. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. He said, in the name of Jesus of Nazareth, നാസറേയനായ rise up and walk. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പത്രോസ് പറഞ്ഞു. I come by to tell somebody today ഇന്ന് രാത്രി ഇരിക്കുന്ന നിങ്ങൾ മറ്റൊരാളോട് പറയുക, that the devil has held you down for too long. അനേക നാളുകളായി പിശാച് നിന്നെ കുടുക്കിയിട്ടിരിക്കുകയാണ്. You've been depressed for too long. അനേക നാളുകളായി നിന്നെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടിരിക്കുകയാണ്. You've been discouraged for too long. അനേക നാളുകളായി നിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. The strongholds have limited you for too long. അനേക നാളുകളായി നിനക്ക് എതിരായി ഉയർത്തപ്പെട്ട മതിലുകൾക്ക് പിന്നിൽ നീ ഒതുങ്ങിക്കിടക്കുകയാണ്. I've come into this house to tell you tonight, എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, in the name of Jesus, rise up and walk. Hallelujah. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. Rise up and walk. Hallelujah. എഴുന്നേറ്റ് നടക്കുക. Rise up and walk. എഴുന്നേറ്റ് Hallelujah. നടക്കുക. Receive your healing. ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുക. Receive your deliverance. ഇന്ന് രാത്രി വിടുതൽ Receive അനുഭവിക്കുക. your blessing. ഇന്ന് രാത്രി അനുഗ്രഹം ഏറ്റെടുക്കുക. Rise up and walk. Hallelujah. എഴുന്നേറ്റ് നടക്കുക. Oh, give him praise. Give him praise. Give him praise. Hallelujah. Oh, glory, 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 glory. Hallelujah. Stotram, stotram, Oh, stotram. glory to God. He's worthy to be praised. Jesus. Hallelujah. Glory, 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 Hallelujah. glory, glory. Hallelujah. But wait a minute, wait a minute, wait a minute. ഒരു നിമിഷം. There's a problem. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. The preacher has preached a message. പ്രസംഗകൻ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ rise up and walk. എഴുന്നേറ്റ് നടക്കുക. It was a powerful message. ശക്തമായ ഒരു സന്ദേശമാണ് പറഞ്ഞത്. He said, in the name of Jesus. പത്രോസ് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. It was the right message. അത് ഒരു ശരിയായ സന്ദേശമായിരുന്നു. He said, rise up and walk. അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കുക. The message left the mouth of the preacher, സന്ദേശം പ്രസംഗകന്റെ വായിൽ നിന്ന് പുറത്തു went into his ears, അവന്റെ കാതുകളിലെത്തി, in the brain, അവന്റെ ബുദ്ധിയിലെത്തി, down through the central nervous system. അവന്റെ ശരീരത്തിന്റെ നാഡീ നരമ്പുകളിലേക്ക് ഇറങ്ങി. But somewhere between the mouth of the preacher എവിടെയോ ആ പ്രസംഗകന്റെ നാവിൽ നിന്ന് and the man's ankles, ആ മനുഷ്യന്റെ ആ മുടന്തുള്ള കാലിനും നടുവിലായിട്ട് something went wrong. എന്തോ തെറ്റായത് ചിലത് സംഭവിച്ചു. Because he's heard the message കാരണം അവൻ വചനം കേട്ടു. and he's still stuck. വീണ്ടും അവൻ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. Same problem, പഴയ പ്രശ്നം അവിടെ തന്നെ, same issue, അതേ വിഷയം, same struggle, അതേ അവസ്ഥ. still stuck. വീണ്ടും അവൻ കുടുങ്ങിക്കിടക്കുന്നു. Just like a lot of us in church. ഇന്നത്തെ സഭയുടെ അനുഭവം പോലെ. Some of us have heard enough preaching to save a whole nation. നമ്മളിൽ പലരും പലപ്പോഴും ദേശത്തിന്റെ മുഴുവനായിട്ടുള്ള വിടുതലിന്റെ സന്ദേശം കേട്ടിട്ടുണ്ട്. Been to revivals, വലിയ ഉണർവുകളെ കുറിച്ച്, conferences, വലിയ കോൺഫറൻസുകളിൽ നാം കടന്നുപോയിട്ടുണ്ട്. prayer meetings, പ്രാർത്ഥനാ യോഗങ്ങളിൽ, been in prayer lines. പ്രത്യേക പ്രാർത്ഥനകളിൽ. Some of us have been anointed with enough oil to fry all the fish in Dubai. നാം ഈ ദുബായിൽ വറുത്ത മീനും മറ്റു പല അനുഭവങ്ങളും അനുഭവിച്ചിങ്ങനെ മുന്നോട്ട് പോകുകയാണ്. And after all of that ministry, അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങൾക്കും ശേഷം we're still stuck. ഇപ്പോഴും നമ്മൾ കുടുങ്ങിക്കിടക്കുന്നവരാണ്. We've heard the message സന്ദേശം നമ്മൾ കേട്ടു, and we're still stuck. ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. But you know Peter could have walked off and left him there. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പത്രോസിന് അവനെ വിട്ടിട്ട് പോകാമായിരുന്നു. But Peter said no. എന്നാൽ പത്രോസ് പറഞ്ഞു ഇല്ല, I'm going to take ministry to the next level. എൻ്റെ ശുശ്രൂഷയുടെ അടുത്ത പടിയിലേക്ക് ഞാൻ ചുവട് വെക്കുവാൻ പോകുകയാണ്. Hallelujah. Hallelujah. Can I tell you, church, it's time for the church to take ministry to the next level. ഇന്ന് രാത്രി സഭയോട് എനിക്ക് പറയുവാനുള്ളത് ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ചുവട് വെക്കുവാനുള്ള രാത്രിയാണിത്.
Because there are some people in our society and in our churches നമ്മുടെ സഭയിലും സമൂഹത്തിലും ചില ആളുകൾ whose lives have been so ruined അനേകരുടെ ജീവിതങ്ങൾ നാശത്തിലായിരിക്കുകയാണ്. that just preaching to them is not going to be enough. വെറും പ്രസംഗം കൊണ്ട് മാത്രം തൃപ്തിയാകുന്ന അനുഭവത്തിലല്ല ഈ നാളുകളിൽ നാം ആയിരിക്കുവാൻ That just laying hands on them is not going to be enough. അവരുടെ മേൽ കൈവയ്ക്കുന്നത് മാത്രം കൊണ്ട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുകയില്ല. We've got to take ministry to another level. നമ്മുടെ ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു വരണം. We've got to take the time to get involved with them. ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ നാം അവരുമായി ഇറങ്ങിച്ചെന്ന് ബന്ധപ്പെടേണ്ട സമയമാണിത്. We got to be willing to get our hands dirty sometimes. നാം നമ്മുടെ കരങ്ങളെ നീട്ടുവാനുള്ള സമയമാണ്. And extend to them the real love of God. Hallelujah. ദൈവിക ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് നാം ചുവടുകളെ വെക്കണം, കരങ്ങളെ നീട്ടണം. And I like what Peter did. പത്രോസ് ചെയ്തതുപോലെ. Because he says, I preached to you. പത്രോസ് പറയുന്നു, ഞാൻ നിന്നോട് പ്രസംഗിച്ചു. And you should have gotten up. നീ എഴുന്നേൽക്കണമായിരുന്നു. But I realize you've been here for so long. നീ അനേക നാളുകളായി ഇവിടെ ആയിരിക്കുന്നുവെന്ന് എനിക്കറിയാം. That you need another type of ministry. നിനക്ക് മറ്റൊരു തരത്തിലുള്ള ശുശ്രൂഷ ഇപ്പോൾ ആവശ്യമായിരിക്കുന്നു. So the Bible says he took him by the right hand. വേദപുസ്തകം പറയുന്നു, പത്രോസ് ആ മുടന്തനായ മനുഷ്യനെ വലങ്കൈക്ക് പിടിച്ചു. And he lifted him. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. Glory to God. Hallelujah. 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 Turn to the person next to you and tell him, help me up, help me up. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആളിനോട് പറയുക, നീ എന്നെ പിടിക്കുക. പരസ്പരം അടുത്തിരിക്കുന്നവർ കരങ്ങളെ കൊടുത്താൽ help me up. എന്നെ പിടിക്കുക എന്ന് അടുത്തയാളിനോട് പറയുക. I didn't say criticize me, I said help me up. ഞാൻ വിമർശിക്കുവാനല്ല പറഞ്ഞത്, എന്നെ പിടിക്കുവാനാണ് പറഞ്ഞത്. I didn't say talk about me, help me up. എന്നെ കുറിച്ച് പറയുവാനല്ല പറഞ്ഞത്, എന്നെ പിടിക്കുവാനാണ് പറഞ്ഞത്. We need a ministry that's going to help people up. ഈ Hallelujah. ദിവസങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് നാം ചുവടുകളെ വെക്കുകയാണ്. That's going to restore the brokenhearted. തകർന്ന ഹൃദയങ്ങളെ നാം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുകയാണ്. That's going to restore our fallen humanity. Hallelujah. കിടക്കുന്ന ജീവിതങ്ങളെ നാം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുകയാണ്. Yes, help me up. Hallelujah. രാത്രി എന്നെ മുറുകെ പിടിക്കുവാൻ നമുക്ക് പറയുവാൻ കഴിയുമോ? Somebody give God a praise one more രാത്രി time. ഇവിടെ ഇരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. And the Bible says that after Peter lifted him up, പത്രോസ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, it said immediately പൊടുന്നനവേ his ankle bones received. പെട്ടെന്ന് അവന്റെ നരിയാണി ഉറച്ചു. They tell me that this man was there for 40 years. 40 വർഷമായിട്ട് ആ മനുഷ്യൻ അവിടെ ആയിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. And all it took was a word from God. ദൈവത്തിൽ നിന്ന് ഒരു വചനം പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ, And a helping hand. സഹായത്തിന്റെ ഒരു കരം നീട്ടപ്പെട്ടപ്പോൾ, And immediately പെട്ടെന്ന് he was healed. ആ മനുഷ്യൻ സൗഖ്യം Can I പ്രാപിച്ചു. tell you tonight ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് that പറയട്ടെ, there is a word that God can speak now ഇന്ന് രാത്രി ദൈവം പറയുന്ന വചനം ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു. to what happened then. Hallelujah. അവിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ? There is ministry that has power in the present. അവിടെ അവന്റെ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള ശക്തി അവിടെ To വെളിപ്പെടുകയാണ്. heal you of your past. ഇന്ന് രാത്രി കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവങ്ങളെ നോക്കുമ്പോൾ, If we'll just reach out and help people up. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നാം കരങ്ങളെ നീട്ടി മറ്റുള്ളവരെ സഹായിക്കുന്ന അവസ്ഥകൾ. Somebody give him a praise one more time. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ കഴിയുമോ? So we talked about his problem. അവന്റെ പ്രശ്നത്തെ കുറിച്ച് നാം സംസാരിച്ചു. We talked about his position. അവന്റെ സാഹചര്യത്തെ കുറിച്ച് നാം സംസാരിച്ചു. We talked about his progress. അവന്റെ ജീവിതത്തിന്റെ പുരോഗതിയെ കുറിച്ച് നാം സംസാരിച്ചു. And now let's talk about his praise. ഇപ്പോൾ നാം സംസാരിക്കുന്നത് അവന്റെ സ്തുതിയെ കുറിച്ചാണ്. Hallelujah. How many of you know that when you've been stuck for a long time അനേക നാളുകളായി നിങ്ങൾ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ, and God brings deliverance to your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ കൽപ്പിച്ചു നൽകുമ്പോൾ, there's a praise that will come from the depths of your spirit. നമ്മുടെ ആത്മാവിന്റെ അകത്തളത്തിൽ നിന്ന് ദൈവത്തിനുള്ള സ്തുതി ഉയരുവാനിടയായി തീരും. Nobody have to pump you to praise God. ദൈവത്തെ സ്തുതിക്കുവാൻ ആരും നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല. Nobody have to push you to praise God. ആരും ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. Oh, but the songwriter said, when I think of the goodness of Jesus യേശുവിന്റെ നന്മകളെ ഞാൻ ധ്യാനിക്കുമ്പോൾ, and all he's done for me, അവൻ എനിക്ക് വേണ്ടി ചെയ്തതോർക്കുമ്പോൾ, my soul cries out, hallelujah. ഞാൻ അറിയാതെ എന്റെ ദൈവത്തെ സ്തുതിക്കും. Thank God for saving me.
എന്റെ ദൈവം എന്നെ രക്ഷിച്ചതോർക്കുമ്പോൾ, hallelujah, the Bible says, and he leaping up, വേദപുസ്തകം പറയുന്നത് അവൻ തുള്ളിച്ചാടുവാൻ തുടങ്ങി. he stood and walked with them അവൻ അവരോടുകൂടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നടന്നു. into the temple, അവൻ ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. walking and leaping and praising അവൻ God. നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ Hallelujah. ആരാധിച്ചു. Hallelujah. ഹല്ലേലൂയ. Glory to God. ആമേൻ. And the Bible says, വേദപുസ്തകം പറയുന്നു, and all the people saw him. സകല മനുഷ്യരും അവനെ കണ്ടു. He wasn't ashamed to give his God glory. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം He തയ്യാറാകണം. didn't care who looked at him funny. അവനെ ആരൊക്കെ നോക്കി എന്നുള്ളത് അവന് വിഷയമല്ല. അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ He തുടങ്ങി. said, my God has been good. അവൻ പറയുകയാണ്, എന്റെ ദൈവം എനിക്ക് And നല്ലവനാണ്. I am going to praise him. ഞാൻ അവനെ Hallelujah. സ്തുതിക്കുവാൻ പോകുകയാണ്. Somebody must have criticized him. ഒരുപക്ഷെ പലരും അവനെ But he വിമർശിച്ചിരിക്കാം. said, go ahead and criticize me. എന്നാൽ അവന് പറയുവാനുള്ളത്, എന്റെ ദൈവം എന്നെ വിമർശിക്കയില്ല. My God has been good. എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. And I'm going to praise him. ഞാൻ അവനെ സ്തുതിക്കുകയാണ്. Somebody said, tell that man to keep the noise down. പല ആളുകളും അവനോട് മൗനമായിരിക്കുവാൻ പറഞ്ഞു കാണും. He said, if I hold my peace, അവൻ hallelujah, പറയുന്നത്, ഞാൻ മൗനമായിരുന്നാൽ the very rocks are going to cry out. ഈ കല്ലുകൾ ആർത്തു വിളിക്കും. He said, God has been good. ഞാൻ മൗനമായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. And I'm എന്റെ going to ദൈവം praise എനിക്ക് him. നല്ലവനാണ്. Hallelujah. ഹല്ലേലൂയ. Somebody looked over and said, tell the man it doesn't take all that. പല ആളുകളും അവനെ നോക്കി പറഞ്ഞു കാണും, നീ എന്താണ് ചെയ്യുന്നത്? He said, but if you've been through what I've been through, നിങ്ങൾ കടന്നുപോയ അനുഭവങ്ങളിലൂടെ ഞാനും then കടന്നുപോയവനാണ്. you would praise God too. Hallelujah. നിങ്ങളും ദൈവത്തെ എന്നോടുകൂടെ ചേർന്ന് സ്തുതിക്കണം. Somebody looked over and said, tell that man to go somewhere and sit down. പല ആളുകളും അവനെ നോക്കി പറഞ്ഞു കാണും, മനുഷ്യ നീ പോയി എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കുക. He said, I can't sit down അവൻ പറയും, എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. because I just got up. കാരണം Hallelujah. എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഞാൻ ഇരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. He said, my God has been good. അവൻ പറയുകയാണ്, എന്റെ ദൈവം നല്ലവനാണ്, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. I'm going to praise him. അതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും. I wonder if somebody's got to praise tonight. ഇന്ന് രാത്രി Hallelujah. ഇവിടെ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. If God has delivered you, ദൈവം നിങ്ങളെ വിടുവിച്ചുവെങ്കിൽ, if God has set you free, ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം if തന്നുവെങ്കിൽ, God has healed your body, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തന്നുവെങ്കിൽ, if God has healed your mind, ദൈവം നിങ്ങളുടെ മനസ്സിനെ you സൗഖ്യമാക്കി, say, look what the Lord has done. ദൈവം നിങ്ങളുടെ Hallelujah. ജീവിതത്തിൽ ചെയ്തതിന് And I'm ഇന്ന് gonna രാത്രി praise പ്രിയപ്പെട്ട him. Oh, glory, 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 glory. Hallelujah. 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 Glory, 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 glory. Yes. Stotrum, 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 Hallelujah. stotrum, stotrum. Oh, glory Oh, to God. glory to Jesus. Hey! Amen. Glory! Oh, praise him, he's Hallelujah. Everybody stand to your feet all over this house. and give our God some praise. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Give our നിന്ന് God some ദൈവത്തെ praise. സ്തുതിച്ചാട്ട്. Come on and praise him. ദൈവമക്കൾ ദൈവത്തെ If എഴുന്നേറ്റ് he's നിന്ന് blessed you, give സ്തുതിച്ചാട്ട്. him glory. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. Hallelujah. Listen, ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. because there's one more thing I want you to notice. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Let me ask you this question. ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ. When that man that had been lame for 40 years, 40 വർഷമായി മുടന്തനായിരുന്ന മനുഷ്യൻ, when he finally got up, അവൻ ഒടുവിലായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ, where does the Bible say that he went? വേദപുസ്തകം എന്താണ് പറയുന്നത്? അവൻ ആദ്യമായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എവിടേക്കാണ് പോയത്? Anybody? നിങ്ങൾക്ക് പറയാമോ? Into the temple. അവൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയി. In other words, he said, while I was bound, I was outside the temple. ഇത് അവൻ പറയുന്നത്, ഇതുവരെയും ഞാൻ ആലയത്തിന് പുറത്തായിരുന്നു, outside of his presence. അവന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ വെളിയിലായിരുന്നു. But now that I'm up,
എന്നാൽ ഇപ്പോൾ ഞാൻ I'm going through the outer court. ഞാൻ അവന്റെ ആലയത്തിലേക്കും അവന്റെ I'm going through the inner സന്നിധിയിലേക്കും court. ഞാൻ അകത്തെ I'm പ്രാകാരത്തിലേക്ക് going into the holy of holies. ഞാൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് Oh, പോകുകയാണ്. I'm going to get a new anointing. ഞാൻ ഒരു പുത്തൻ അഭിഷേകം പ്രാപിക്കാൻ I'm going പോകുകയാണ്. to get a new shout. ഞാൻ ഒരു പുതിയ ശക്തി പ്രാപിക്കാൻ I'm going പോകുകയാണ്. to get a new song. ഞാൻ ഒരു പുതിയ പാട്ട് പ്രാപിക്കാൻ പോകുകയാണ്. Oh, I'm going into his presence. ഞാൻ Hallelujah. അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. Oh, it's time to get in his presence tonight. അവന്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി praise him. Praise him. അവനെ ആരാധിക്കേണ്ടവന് He is here in this house ഇന്ന് tonight. രാത്രി ഈ ആലയത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. And where he is, all things are possible. അവന്റെ സാന്നിധ്യം ഉള്ളിടത്ത് സകലവും സത്യമാണ്. Hallelujah. 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 Oh, Jesus. Glory, glory, glory. Thank you, Jesus. Hallelujah. Oh, Jesus. Thank you, Oh, Jesus. yes. Let the people of God praise Thank you, him. Receive your healing. Receive your anointing. Receive your deliverance. Be loose tonight. Be loose tonight. In the name of Jesus. In the name of Jesus. Praise the Lord. We love you, Jesus. We love you, Jesus. Thank you for thy mighty presence, Lord. Thank you for thy mighty presence. Hallelujah. Somebody tonight will say, preacher, ഇന്ന് രാത്രി നിങ്ങൾ ചിലർ ഒരു പക്ഷേ ചോദിക്കും, പ്രസംഗക, I'm stuck at the gate. ഗോപുരത്തിങ്കൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നവനാണ്. I'm tired of being in that same position. അതേ സ്ഥാനത്ത് അനേക നാളുകളായിട്ട് ഇരുന്ന് ഞാൻ ക്ഷീണിച്ചവനാണ്. Tired of dealing with that same issue. ഇന്ന് രാത്രി അതേ വിഷയം ഞാൻ With every അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. eye closed and every head bowed tonight. ഇന്ന് രാത്രി തലകൾ വണങ്ങിയിരിക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ I want to pray for somebody tonight. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. First of all, I want to pray for somebody tonight ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. who would say, preacher, I'm stuck. എന്റെ ജീവിതത്തിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നവനാണെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. But I'm stuck in the worst way tonight. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവസ്ഥകളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് പറയുന്നവർക്ക് വേണ്ടി, Because I'm stuck in sin without a Savior. എന്റെ ജീവിതത്തിൽ ഞാൻ പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്നവനാണ്, രക്ഷകനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I do not know the Lord as my personal Savior tonight. ഇതുവരെയും യേശുവിനെ വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല. And I want to be saved. യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ജീവിതങ്ങൾ. If you're here tonight and you need salvation, ഇന്ന് രാത്രി ഒരു രക്ഷയുടെ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേട്ടുവെങ്കിൽ, you need to be restored. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടണം. Just lift your hand up right now. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കാട്ടെ. Where are you tonight? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ You പോകുകയാണ്. need to be saved. നിങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. You do not know the Lord as your Savior. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ഇതുവരെയും രക്ഷകനായി സ്വീകരിക്കാത്തവരെങ്കിൽ, I see the hands. ചില കരങ്ങളെ ഇന്ന് രാത്രി ഞാൻ അവിടെ Would you ഇവിടെങ്ങളിൽ make your way to this altar tonight? നിങ്ങളുടെ ജീവിതത്തിൽ യഥാസ്ഥാനം പ്രാപിക്കുവാൻ Just ആഗ്രഹിക്കുന്നുവെങ്കിൽ, come right to the nearest aisle and ഈ meet me കരങ്ങളെ here. ഉയർത്തിയ സഹോദരി സഹോദരന്മാർ ദയവായി മുന്നോട്ട് കടന്നു വരുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I want to pray for you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Just come. That's right. വേഗത്തിൽ നിങ്ങൾ മുന്നിലേക്ക് കടന്നു Yes, വന്നാൽ, that's right. Come. വേഗത്തിൽ മുന്നിലേക്ക് കടന്നു വന്നാൽ We're waiting on you. Come. നിങ്ങളുടെ പ്രശ്നങ്ങൾ Thank you, എന്തു Lord. തന്നെയും Yes, God ആയിക്കൊള്ളട്ടെ. bless you, sir. Somebody else, come on. ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുള്ള, I want to come to know Jesus. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുവാൻ Yes, പോകുന്നു. God bless you, sir, as you're coming. യേശുവിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനമുള്ള ജീവിതങ്ങൾ ഇന്ന് രാത്രി മുന്നിലേക്ക് കടന്നു വന്നാൽ. Hallelujah. Thank you, Lord. ഹല്ലേലൂയ. I need for some of you ministers to pray the prayer of salvation with them. Can you do that for me tonight? Just right ദൈവത്തിന്റെ here. ദാസന്മാർ മുന്നോട്ട് കടന്നു വന്നിട്ട് ഇവർക്ക് രക്ഷയുടെ വാചകങ്ങൾ Thank you, Lord. പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താട്ട് ഓരോ ദൈവത്തിന്റെ ദാസന്മാർ ഓരോ സഹോദരങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് Now there are many രക്ഷയുടെ of you. വാചകം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും There ചെയ്യും. are many of you tonight. ഇന്ന് രാത്രി വിശ്വാസികളായവരുണ്ട്. You do know the Lord.
നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്തവരാണ്. You're serving God, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു, but you know that you're stuck tonight. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരെന്ന് ഇന്ന് രാത്രി നിങ്ങൾ അറിയുന്നു. And tonight you have decided in the name of Jesus ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ ആവശ്യമില്ല. that I'm going to take authority over the curse. ഇന്ന് രാത്രി ക്രൂശിന്റെ അധികാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ I'm പോകുകയാണ്. going to take authority over the stronghold. ഇന്ന് രാത്രി ആ അധികാരത്താൽ നിങ്ങൾ യഥാസ്ഥാനപ്പെട്ട് ഭവനത്തിൽ മടങ്ങി And പോകുകയാണ്. I am going to be free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ സ്വതന്ത്രനാകുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? If you're here and I'm talking to you, make your altar right. ഇന്ന് നിങ്ങൾക്ക് കടന്നു വരുവാനുണ്ട്. I'm ready to up and walk ഇന്ന് രാത്രി നടക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ right now. മുമ്പിലേക്ക് കടന്നു വരിക. In the name of Jesus. യേശുവിന്റെ You're ready to walk. Make your this altar. കേൾക്കപ്പിൽ അങ്ങളിൽ എഴുന്നേൽക്കുവാൻ മുന്നോട്ട് കടന്നുവാൻ പ്രഭു മുന്നിൽ കടന്നു You വരിക. need healing in your body. Come. ഇന്ന് രാത്രി സൗഖ്യമെങ്കിൽ നിങ്ങൾ മുന്നിലിടുക. You need deliverance. Come. ഇന്ന് രാത്രി ഒരു വിടുതൽ ആഗ്രഹിക്കുക മുന്നിലേക്ക് കടന്നു വരിക. Tonight is your night. ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Tonight is your night. ഈ രാത്രി സഹോദരി നിന്റെ In the രാത്രിയാണ്. name of Jesus. യേശു നാമത്തിൽ To this altar. യേശുവിന്റെ നാമത്തിൽ Hallelujah. ഹല്ലേലൂയ.